എന്താണ് ഹൈടെക് കൃഷിരീതി? എങ്ങനെ ചെയ്യുന്നു? അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഇതേക്കുറിച്ച് പറഞ്ഞു തരാനായി കേരള കാർഷിക സർവകലാശാലയുടെ അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ഹോർട്ടിക്കൾച്ചർ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീരേഖ MB ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ശ്രീരേഖ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. ആദ്യമായി, എന്താണ് ഹൈടെക് കൃഷിരീതി? ആധുനിക സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളും ഉപയോഗിച്ച് ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്നതാണ് ഹൈടെക് കൃഷിരീതി. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് യുവാക്കൾ, കാർഷിക മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിൽ നൂതന കൃഷിരീതികൾ അവലംബിച്ച് കൃഷി ചെയ്യുന്നതിനും കൂടാതെ പലവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും അവർ കൂടുതൽ ഊന്നൽ നൽകുന്നതായി കണ്ടുവരുന്നുണ്ട്. ഇവിടെയാണ് ഹൈടെക് കൃഷിരീതിയുടെ ആവശ്യകതയും സവിശേഷതയും നമ്മൾ അറിയേണ്ടത്. ഇനി ഹൈടെക് കൃഷിരീതിയുടെ സവിശേഷതകളെ പറ്റി പറയുകയാണെങ്കിൽ, എന്താണ് ഹൈടെക് കൃഷിരീതിയിൽ ഉൾപ്പെടുന്നത് എന്നതാണ് ഇവിടെ പറയുന്നത്. അതിൽ പോളിഹൗസ് കൃഷിരീതികളുണ്ട്, തുള്ളിനന സ്പ്രിംഗ്ലർ പോലുള്ള മൈക്രോ ഇറിഗേഷൻ ഫെസിലിറ്റീസ് യൂസ് ചെയ്യുന്നു, മൾച്ച് ഷീറ്റ് അതായത് പുതയിട്ടുകൊണ്ട് കൃഷി ചെയ്യുന്ന രീതി, ചെടികൾക്കാവശ്യമായ താപനില, ഈർപ്പം, വെളിച്ചം എന്നിവ നിയന്ത്രിച്ച് കൃഷി ചെയ്യുന്നത്, അതുപോലെ കംപ്ലീറ്റ് ഓട്ടോമേഷൻ സിസ്റ്റം ഉപയോഗിച്ച് ജലസേചനം, വളപ്രയോഗം എന്നിവ നിയന്ത്രിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്നതെല്ലാം ഹൈടെക് കൃഷിരീതിയുടെ സവിശേഷതകളാണ്. കേരളത്തിൽ ഹൈടെക് കൃഷിരീതിക്ക് സാധ്യതകൾ ഒരുപാടുണ്ട്. അത് സ്വീകരിക്കുന്നതിനുള്ള കാരണങ്ങളും പലതാണ്. അതിലൊന്നാമത്തെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കേരളത്തിൽ കൃഷി ചെയ്യുന്നതിനാവശ്യമായ സ്ഥലത്തിൻ്റെ ലഭ്യതക്കുറവാണ്. നമുക്കറിയാം, ഒരു സംരക്ഷിത കൃഷിരീതി അല്ലെങ്കിൽ ഒരു പോളിഹൗസ് കൃഷിരീതി എന്ന് പറയുന്നത് അതിന് കുറച്ച് സ്ഥലം മതി. അതായത് ഒരു പോളിഹൗസ് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്ഥലം മതി. അങ്ങനെ ആ കുറച്ച് സ്ഥലത്ത് നിന്ന് കൂടുതൽ ഉൽപ്പാദനം ലഭിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഉയർന്ന ഉൽപ്പാദനം, നല്ല വിളവ്, അതാണ് രണ്ടാമത്തേത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, സംരക്ഷിത കൃഷി രീതിയിൽ കൂടുതലായും നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല ഉൽപാദനക്ഷമതയുള്ള വിത്തുകളും കംപ്ലീറ്റ് ഓട്ടോമേഷൻ സിസ്റ്റം ഉപയോഗിച്ച് ജലസേചനത്തോടൊപ്പം വളപ്രയോഗം നൽകുന്നതിന് നമ്മൾ ഏറ്റവും നല്ല ഗുണമേന്മയുള്ള വെള്ളത്തിൽ അലിയുന്ന രീതിയിലുള്ള വളങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്കറിയാം, പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന സമയത്ത് ഓരോ വിളകളും ഓരോരോ സീസൺ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, പലതും മഴയെ അതിജീവിക്കാത്തതാണ്, ചൂടുള്ള സമയത്ത് ചെയ്യാൻ പറ്റാത്തതാണ്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു ഹൈടെക് കൃഷി രീതി എന്ന് പറയുമ്പോൾ നമുക്ക് വർഷം തോറും ഏത് വിള വേണമെങ്കിലും കൃഷി ചെയ്യാവുന്നതാണ്. കാരണം ഈ പോളി ഹൗസിൽ ആ ഒരു ചെടിക്ക് ആവശ്യമായിട്ടുള്ള മഴ, അതല്ലെങ്കിൽ ജലസേചനം, അതിനുവേണ്ട താപനില, അതിനുവേണ്ട ആർദ്രത, വെളിച്ചത്തിൻ്റെ തോത്, ഇതെല്ലാം നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഒരു ഗുണം എന്ന് പറയുന്നത് വർഷം മുഴുവനും നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് തൊഴിലാളികളുടെ ലഭ്യതക്കുറവ് തന്നെയാണ്. കൃഷി ചെയ്യുമ്പോൾ നമ്മൾക്കറിയാം, വിത്ത് പാവുന്നത് മുതൽ അതിൽ ഓരോ പ്രാക്ടീസിനും നമ്മൾക്ക് തൊഴിലാളികൾ അത്യാവശ്യമായിട്ട് വരും. പക്ഷേ ഹൈടെക് കൃഷി രീതിയിൽ ഓട്ടോമേഷൻ സംവിധാനങ്ങളും യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ തൊഴിലാളികളുടെ ലഭ്യത എന്ന് പറയുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. തൊഴിലാളികൾ അത്യാവശ്യം എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനുവേണ്ടി മാത്രമേ വേണ്ടുള്ളൂ. ബാക്കിയെല്ലാം ഓട്ടോമേഷൻ സിസ്റ്റം ആയതുകൊണ്ട് നമ്മൾക്ക് ഇവരുടെ സേവനം കുറച്ച് കുറയ്ക്കാവുന്നതാണ്. ഇനി ഈ സംരക്ഷിത കൃഷിരീതികൾ ഏതൊക്കെയാണ് എന്നതൊന്ന് നോക്കാം. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന ഹൈഡ്രോപോണിക്സ് കൃഷിരീതി, പോളിഹൗസ് കൃഷി, അതുപോലെ തന്നെ തുറസായ സ്ഥലങ്ങളിൽ ചെയ്യുന്ന ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്നിവയെല്ലാം സംരക്ഷിത കൃഷിരീതിയിൽ ഉൾപ്പെടുന്നതാണ്. ഇവയിൽ തന്നെ ഹൈടെക് കൃഷിരീതി എന്ന് മുഴുവനായി വിശേഷിപ്പിക്കാവുന്നത് ഹൈഡ്രോപോണിക്സ് സിസ്റ്റത്തെയാണ്. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്നതിനെയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഇതിൽ മുഖ്യമായും 2 രീതിയാണുള്ളത്. ഒന്ന് പാസീവ് ഹൈഡ്രോപോണിക്സ്, 2 ആക്റ്റീവ് ഹൈഡ്രോപോണിക്സ്. ഇതിൽ പാസീവ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത് വിളകൾ വളർത്തിയെടുക്കാൻ ചെടികൾക്കാവശ്യമായ പോഷകലായനിയിൽ ചെടികളുടെ വേരുകൾ ഇറക്കി വെച്ച് വളർത്തുന്ന രീതിയാണ്. വൈദ്യുതി നിയന്ത്രിത ഉപകരണങ്ങളില്ലാതെ വിളകളെ വളർത്തിയെടുക്കുന്നതിനാൽ ഇതിനുള്ള ചെലവ് വളരെ കുറവായിരിക്കും. ഇതിൽ തന്നെ 2 രീതികളുണ്ട്. ഒന്ന് ക്രാറ്റ്കി രീതി, അതായത് തൈകൾ ഇരിക്കുന്ന നെറ്റ് പോട്ടുകൾ പോഷക ദ്രാവകത്തിൽ മുക്കി വെക്കുന്ന രീതിയാണിത്. രണ്ടാമത്തേത് തിരിനന രീതിയാണ്. അതായത് ഒരു റിസർവോയറിൽ സൂക്ഷിച്ചിരിക്കുന്ന പോഷക ദ്രാവകത്തെ തിരികൾ വഴി വളർച്ചാ മാധ്യമത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണിത്.
ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് പമ്പുകൾ, ടൈമറുകൾ, ഓക്സിജൻ എയർ സ്റ്റോൺ, സെൻസറുകൾ തുടങ്ങിയ സാങ്കേതിക ഉപകരണങ്ങൾ ഉൾപ്പെടുത്തി വളർത്തുന്ന ആക്റ്റീവ് ഹൈഡ്രോപോണിക്സ് എന്നതാണ്. മികച്ച ഉൽപാദനശേഷിയാണ് ഈ ഒരു രീതിയുടെ സവിശേഷത എന്ന് പറയുന്നത്. ഇതിലുമുണ്ട് പല രീതികളും. അവയെല്ലാം ഒന്ന് വിശദമാക്കാം. ഡീപ്പ് വാട്ടർ കൾച്ചർ, NFT എന്നറിയപ്പെടുന്ന ന്യൂട്രിയൻ ഫിലിം ടെക്നിക്, എബ് ആൻഡ് ഫ്ലോ മെത്തേഡ്, സബ്സ്ട്രേറ്റ് ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് എന്നിവയെല്ലാം ഈ ആക്റ്റീവ് ഹൈഡ്രോപോണിക്സിൽ ഉൾപ്പെടുന്നതാണ്. ഈ രീതികൾ എല്ലാം ചെയ്യുന്നതിന് പ്രാഥമികമായി പോളിഹൗസുകൾ ആവശ്യമാണ്. കൂടാതെ വളങ്ങൾ ജലസേചനത്തോടൊപ്പം നൽകുന്നതിന് ഓട്ടോമേഷൻ സംവിധാനവും ഉപയോഗിക്കുന്നു. നേരത്തെ പറഞ്ഞ രീതികളിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് ഡീപ്പ് വാട്ടർ കൾച്ചർ, NFT, സബ്സ്ട്രേറ്റ് ഹൈഡ്രോപോണിക്സ് എന്നീ രീതികളാണ്. ആദ്യമായി സബ്സ്ട്രേറ്റ് ഹൈഡ്രോപോണിക്സ് എന്താണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ മണ്ണില്ലാതെ കൃഷി ചെയ്യുന്നതാണ്. ഇവിടെ മണ്ണിന് പകരം വേരോട്ടത്തിനും പോഷകങ്ങൾ കൊടുക്കുന്നതിനും ചകിരിച്ചോർ കമ്പോസ്റ്റ്, കൊക്കോപീറ്റ്, കൊക്കോ ചിപ്സ് എന്നീ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു. ഗ്രോ ബാഗിലോ പ്ലാസ്റ്റിക് ട്രഫിലോ മേൽപ്പറഞ്ഞ മാധ്യമങ്ങൾ നിറച്ച് അതിൽ തൈകൾ നടുന്നു. ഇങ്ങനെ നമുക്ക് തക്കാളി, ക്യാപ്സിക്കം, സാലഡ് കുക്കുംബർ, ചില്ലി, ഫ്രഞ്ച് ബീൻ, ശീതകാല പച്ചക്കറികൾ, അതുപോലെ തന്നെ ഇലവർഗ പച്ചക്കറികൾ എല്ലാം നമ്മൾക്ക് കൃഷി ചെയ്യാവുന്നതാണ്. ഹൈടെക് കൃഷി രീതിയിൽ ഓട്ടോമേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞുവല്ലോ. ഈ കംപ്ലീറ്റ് ഓട്ടോമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണെന്നൊന്ന് വിശദമാക്കാം. ഇപ്പോൾ നമ്മൾ പ്രതിപാദിച്ച സബ്സ്ട്രേറ്റ് ഹൈഡ്രോപോണിക്സ് ഉപയോഗിച്ച് ഒരു ക്രോപ്പ്, അതായത് ഇപ്പം ഒരു ഉദാഹരണമായി തക്കാളിയാണ് കൃഷി ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. തക്കാളിയുടെ വിവിധ വളർച്ചാ ഘട്ടങ്ങളിൽ നൽകുന്ന വളങ്ങളുടെ കോമ്പിനേഷൻ പലതാണ്. നൽകേണ്ട വളങ്ങളെല്ലാം A&B സിസ്റ്റം, അതായത് വിവിധ ടാങ്കുകളിൽ കലക്കി വെക്കുന്നു. ബാക്കിയുള്ള ക്രമീകരണങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് അവിടെ സ്ഥാപിച്ചിട്ടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. ഇതുവഴി ചെടിക്ക് ആവശ്യമായ താപനില, ആർദ്രത, വെളിച്ചം എന്നിവയെല്ലാം സെൻസറുകൾ വഴി ക്രമീകരിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഫെർട്ടിഗേഷൻ, അതായത് വെള്ളത്തോടൊപ്പം വളം നൽകുന്നതും കമ്പ്യൂട്ടറുകളിൽ സമയം വെച്ച് ക്രമീകരിക്കാൻ സാധിക്കുന്നു. ഇനി ഹൈഡ്രോപോണിക്സ് കൃഷി രീതിയിലെ ഡീപ്പ് വാട്ടർ കൾച്ചർ എങ്ങനെ ചെയ്യുന്നു എന്നൊന്ന് നോക്കാം. ഈ രീതിയിൽ സസ്യങ്ങളുടെ വേരുകൾ നിരന്തരം പോഷകദ്രാവകത്തിൽ മുങ്ങിയിരിക്കും. ഓക്സിജൻ പമ്പ് ഉപയോഗിച്ച് പോഷകലായനിയിൽ സ്ഥിരമായി ഓക്സിജൻ നൽകുകയും ചെയ്യുന്നു. ന്യൂട്രിയൻ ഫിലിം ടെക്നിക് എന്ന രീതിയിൽ ചാനലുകളിലൂടെ വിളകൾക്ക് ആവശ്യമായ പോഷകലായനി കടത്തിവിടുകയും വിളകളെ അകലം ക്രമീകരിച്ച് നെറ്റ് പോട്ടുകളിൽ ഇറക്കി വെച്ച് ചെടികളുടെ വേരുകളിലൂടെ പോഷകങ്ങൾ അടങ്ങിയ ലായനി ഒഴുകുന്ന ഒരു രീതിയാണിത്. ഒരു ദിവസം തന്നെ പല തവണ പോഷകലായനി ഒഴുക്കുന്നതിനാൽ വെള്ളവും വളവും പാഴാക്കാതെ ഉപയോഗിക്കാനും സാധിക്കും. ഈ രണ്ട് രീതിയിലും മറ്റു വളർച്ചാ മാധ്യമങ്ങൾ ഇല്ലാതെ നേരിട്ട് വെള്ളത്തിൽ വളരുന്നതിനാൽ കൂടുതലായും ഇലവർഗ്ഗങ്ങളായ പാലക്, ലെറ്റ്യൂസ്, ബേസിൽ, ബോക്ചോയ്, കെയിൽ, സ്വിസ്ചാർഡ്, മിന്റ്, പുതിന, മല്ലിയില, സെലറി, പാസ്ലി എന്നിവയെല്ലാം കൃഷി ചെയ്യുന്നതിന് അനുയോജ്യമാണ്.